നമ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സായിരാം. ഒരു മിനിറ്റ്, വല്ലാത്തൊരു പ്രോബ്ലം ആണ് അവിടെ. ജോയിൻ ഹിയർ ടു സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 363 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സതീഷ് മാഷാണ് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത്. സതീഷ് മാഷ് അരവിന്ദാക്ഷൻ സാറാണ് നമുക്ക് വേണ്ടി പറയുന്നത്. മാഷ് അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ. സായിരാം. സായിരാം. അരവിന്ദാക്ഷൻ സാർ സ്വാഗതം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. നമ്മള് 363 ദിവസമായിരിക്കുകയാണ്. അത്രയും പേര് വൈവിധ്യമുള്ള അനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഇനി അത് ഈ നവംബർ 23 അവസാനിക്കുകയാണ്. നമ്മൾ ആ അവസാനത്തെ ഒരു മാസത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് പറഞ്ഞത് ശ്രീ അരവിന്ദാക്ഷൻ സാറാണ്. കോഴിക്കോടുകാരനാണ് അദ്ദേഹം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വേണം പറയാനായിട്ട്. 3 ഓങ്കാരവും 3 സായിരാത്രിയും പറഞ്ഞ ശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം സാറിന്റെ ഏറ്റവും തിരഞ്ഞെടുത്ത സ്വാമിയുടെ ഏതെങ്കിലും വാണി ഒരു 6-7 മിനിറ്റ് വായിക്കാം. പിന്നെ സാറിന്റെ അനുഭവങ്ങളിലേക്ക് പോകാം. ഒരു 15 മിനിറ്റ് വരെ ആവാം. അതിനുശേഷം നമ്മളൊരു സ്വാമിയുടെ ഒരു വിഷ്വൽ ഒരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജിന് ശേഷം ഒരു ഭജന പാടാം. ഭജനയ്ക്ക് ശേഷം സായി തത്വങ്ങള് ഇസ്ലാമ പറയും. പിന്നെ നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ സാറ് 3 ഓങ്കാരവും സായികാത്രയും പറഞ്ഞ് സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സാറ് സായി വാണിയിലേക്ക് പൊയ്ക്കോളൂ. സായിരാം സാർ. സായിരാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഞാൻ അരവിന്ദാക്ഷൻ KP, കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയാണ് ഞാൻ. 1965 മുതൽ എനിക്ക് സംഘടനയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. 1965 ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ ഞാൻ കാണുന്നത്. അതിനുശേഷം 72 ശേഷമാണ് ഞാൻ സജീവമായി സംഘടനയിലേക്ക് പ്രവർത്തിക്കാനുള്ള സംഘടന ഉണ്ടായത്. ഇപ്പോൾ ഞാൻ കുറേ കാലം പേരാമ്പ്ര സമിതിയുടെ ഒരു 10 കൊല്ലം പേരാമ്പ്ര സമിതിയുടെ കൺവീനറായിരുന്നു. അതിനുശേഷം ഒരു 10-15 കൊല്ലം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്റെ തിരുത്തൽ ഇൻചാർജ് ആയിരുന്നു. അങ്ങനെ സംഘടനയുടെ പല പ്രവർത്തന മേഖലകളിലും 88 മുതൽക്ക് പ്രശാന്ത് സർവീസിലും അതിലും വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഇത് വന്നതുകൊണ്ട് ഇത്രയും കാലം വർക്ക് ചെയ്തതുകൊണ്ട് ഇപ്പോൾ എല്ലാ പോസ്റ്റിലും ഇല്ലെങ്കിലും ഭഗവാനെ അടിയറച്ച് വിശ്വസിച്ചുകൊണ്ട് സമിതി പ്രവർത്തനങ്ങളിൽ മുഴുകാതിരിക്കുകയാണ് ഇപ്പോൾ. സായിരാം. എൻ്റെ ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈശ്വരന്റെ സ്ഥിര സാന്നിധ്യം അഭ്യസിക്കുക. നിങ്ങൾ സ്വന്തം ഹൃദയങ്ങളിൽ സുഖദുഃഖങ്ങൾ, ആനന്ദം, ആശങ്ക, ജയപരാജയങ്ങൾ എന്നിവ മിശ്രഭാവം നിറഞ്ഞ ലോകത്തിന്റെ ദ്വൈതാവസ്ഥയ്ക്ക് പ്രതിഷ്ഠ നൽകുന്നുവെന്നുണ്ടെങ്കിൽ
അത് സ്വാഭാവികം തന്നെ. ഈശ്വരന്റെ സ്ഥിര സാന്നിധ്യം അഭ്യസിക്കുക. എന്നിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ സമസ്തവും ആരാധന എന്ന നിലയിൽ ഈശ്വരപാദങ്ങളിൽ സമർപ്പിക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ദുർവൃദ്ധ്യാനങ്ങളിൽ നിന്നും മുക്തരാകും. കൃഷ്ണൻ കേൾക്കുന്നില്ല സാർ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ വീഡിയോ ഒന്ന് ഓണാക്കുക. സാറിനെ കാണാൻ പറ്റില്ല. വീഡിയോ ഓണാക്കുന്ന. കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ അർജുനനെ ഉപദേശിച്ചു. അതേസമയം ശത്രുക്കളോട് വിദ്വേഷം പുലർത്തരുതെന്ന് പറഞ്ഞു. ഇവ പൊരുത്തപ്പെടുത്തുവാൻ കഴിയാത്ത രണ്ട് നിലപാടുകളാണ് തോന്നാം. കാരണം യുദ്ധം രാഗമാണെങ്കിൽ ദേശത്യാഗം വൈരാഗ്യമത്രേ. ഈ രണ്ട് വൈരുദ്ധ്യ ഭാവങ്ങളെ തമ്മിൽ എങ്ങനെ അനുരഞ്ജിപ്പിക്കുവാൻ അർജുൻ കൃഷ്ണനോട് ചോദിച്ചു. കൃഷ്ണൻ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: മമാനു സ്മര യുദ്ധച്ച, എന്നെ സ്മരിച്ച് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുന്നത് നീ ആണ് എന്ന അഹംഭാവം വെച്ച് പുലർത്താതിരിക്കുക. നിന്നെ ഞാൻ എൻ്റെ ഉപകരണമാക്കുകയാണ്. നാം കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാനുള്ള ഉള്ളിൽ വൈശ്വാനരൻ കുടികൊള്ളുന്നുണ്ട്. നാം ആഹാരം കഴിക്കുന്നത് തന്നെ വൈശ്വാനര രൂപത്തിലുള്ള ഉള്ളിൽ പരിലസിക്കുന്ന ഈശ്വരനെ പ്രീതിപ്പെടുത്താനാണ്. വിഭുവാണ് ഭക്ഷണം സ്വീകരിക്കുന്നതും അത് ദഹിപ്പിക്കുന്നതും ശരീരാവയവങ്ങൾക്കൊക്കെ ശക്തി പകർന്നു കൊടുക്കുന്നതും. 10 വർഷം മുമ്പാണ് ഈ കോളേജ് സ്ഥാപിച്ചത്. 10 നിതാന്ത ഘട്ടങ്ങൾ ചൊടിയുള്ള ഒരു പെൺകുട്ടി, 2-3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും ഒറ്റയ്ക്ക് വീടിനുള്ളിൽ ഇറങ്ങുവാൻ ധൈര്യപ്പെടില്ല. 20 വയസ്സുള്ള ഒരു യുവതിക്ക് എവിടെയാണെങ്കിലും തൻ്റെ കാര്യം നോക്കാൻ അറിയാം. എന്നാൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഒതുക്കാൻ പറ്റുകയില്ല. വെളിയിൽ തൻ്റെ കാര്യം സ്വയം നോക്കാൻ ആൾക്കൊട്ടും ആകുകയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അവൾ സംരക്ഷിക്കണം. അങ്ങേയറ്റത്തെ കരുതലോടെ കഠിനാധ്വാനം ചെയ്ത് ഊർജവും നൽകി നയിക്കണം. ഈ കോളേജിന്റെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും നാം പരിപാലിക്കണം. ഈ കോളേജിന്റെ വിജയവും പ്രസിദ്ധിയും നിങ്ങളുടെ അച്ചടക്കം, ഭക്തി, കർത്തവ്യബോധം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇതിനു ശേഷവും നിങ്ങൾ മാതൃകാ ഗുണങ്ങൾ കൂപ്പിട്ട് നിൽക്കുന്ന ജീവിതം നയിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്കും മാതാവായ കലാലയത്തിനും ബഹുമതി ലഭിക്കുമാർ ജീവിക്കണം. ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠാനമില്ലാത്ത ഉച്ചശൃംഖലമായ സ്വാതന്ത്ര്യത്തിന് പിന്നാലെ അടി നടക്കരുത്. അത്തരം ആഗ്രഹം വെച്ചു വളർത്തുന്ന സ്ത്രീകൾ കൂടുതൽ വിപത്തുകൾ നേരിടേണ്ടി വരും. ഈ കലാലയത്തിലെ വിദ്യാഭ്യാസപരമായ ആദർശങ്ങളുടെ ദീപവാഹകരാണ് നിങ്ങൾ. അധ്യാപിക തൻ്റെ പ്രവൃത്തിയിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോശമായ പെരുമാറ്റ രീതി അവലംബിക്കുകയാണെങ്കിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് അത് ദോഷകമായി തീരും. അധ്യാപകരുടെ സന്മാർഗിക ബലം, ഗുണഗണങ്ങൾ എന്നിവ അവരുടെ അധീനതയിലുള്ള വിദ്യാർത്ഥികൾ പ്രതിഫലിച്ച് കാണും. ആ കുട്ടികളെ സ്വന്തം കുട്ടികളെ കണക്കാക്കി അവരോട് പെരുമാറണം. സ്വന്തം കുട്ടികൾക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ അത്യാവശ്യമുണ്ട്. ആ സ്നേഹം അവർ അർഹിക്കുന്നുമുണ്ട്. ഈ കുട്ടികൾ മാതാക്കളെ പോലെ ആക്കുവിൻ. ഈ കലാലയം നൽകുന്ന സ്നേഹത്തിന്റെയും സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെയും മനുനാഥൻ മുഴുകുമാറാകട്ടെ. വനിതാ കോളേജ്, അനന്തപൂർ, 30/8/1978. സായിരാം. സാറേ, ഇനി സാറിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. സായിരാം സാർ. വീഡിയോ വേണം സാർ? വീഡിയോ വേണം ഇല്ലേ? വേണമെന്നില്ല, ഓഫ് ചെയ്തോളൂ. കുഴപ്പമില്ല, വീഡിയോയില് കുഴപ്പമില്ല. സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എൻ്റെ അനന്തകോടി നമസ്കാരം. സായി കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരെ എല്ലാവരുടെയും പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഞാൻ തുടക്കം മുതലൊക്കെ പറഞ്ഞു, ഞാൻ 1965 മുതൽക്കാണ് ഭഗവാൻ എന്നെ ആദ്യമായി ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ പലവിധ പരിശ്രമ ഘട്ടങ്ങൾ, ആസന്നിക ഘട്ടങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ കാണുന്ന ആ നിമിഷം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. സ്വാമിയെ പറ്റി അന്ന് വളരെയധികം എതിർത്ത് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എവിടെ നോക്കിയാലും എതിർപ്പ്. AT കോവൂര്, നമ്മളെ പ്രേമാനന്ദൻ, അദ്ദേഹത്തെ വണ്ടിയൊക്കെ എടുത്തിട്ട് എൻ്റെ കടേൻ്റെ മുന്നിൽ എനിക്ക് എക്സ്പോസിൻ്റെ കടയാണ്. എൻ്റെ കടയുടെ മുമ്പിലൊക്കെ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ വിഷമമായിരുന്നു ഇങ്ങനെ. പക്ഷെ അന്നത്തെ ആ പഠിക്കുന്ന കാലത്തെ മൈൻഡായ കൊണ്ട്
എനിക്ക് ഭഗവാൻ ഉൾക്കൊള്ളാൻ അന്ന് വളരെ പ്രയാസമായിരുന്നു. അതുമല്ല, എനിക്ക് 5 വയസ്സിൽ ഒരു പനി വന്നിട്ട് ഇന്നത്തെ പോലെ സംസാരിക്കാൻ വളരെ പ്രയാസമായിരുന്നു. സംസാരിക്കാൻ. അതായത് സ്റ്റാമറിങ് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റാമറിങ് ഉള്ളതുകൊണ്ട് എനിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ അരവിന്ദാക്ഷരത്തിൽ എ എന്നായതുകൊണ്ട്, ആൽഫബറ്റിക്കൽ എ എന്നായതുകൊണ്ട് അറ്റൻസ് പറയാൻ നടക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേക്ക് ഭഗവാൻ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായി. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് പോകുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്വാമി വന്നു. കുറച്ചധികം ഇന്നത്തെ പുട്ടപർത്തിയല്ല, വളരെയധികം ചെറിയ പോലെ പഴയ മന്ദിരം. അവിടെ മണ്ണിലിരിക്കുകയാണ്. സ്വാമി ലഡു കൊണ്ടു തന്നു. കസ്തൂരിയാണ് കൊട്ട പിടിക്കുന്നത്. ലഡു വാങ്ങി കഴിച്ചു. ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തു. പിറ്റേന്ന് വരുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത്. അതായത് മീറ്റർ ഗേജ് കയറി ബാംഗ്ലൂരിൽ ഇറങ്ങി, ബാംഗ്ലൂരിൽ നിന്ന് പെനുകൊണ്ട വന്ന്, പെനുകൊണ്ടയിൽ നിന്ന് ഒരു കാളവണ്ടി കയറി, കാളവണ്ടിയിൽ നിന്ന് പെട്ടെന്ന് അവിടെ നടന്നിട്ടാണ് പുട്ടപർത്തിയിലെത്തിയത്. കിടക്കാൻ ഇന്നത്തെ പോലത്തെ ഇതൊന്നുമില്ല. വെറും നിലത്ത് എന്തെങ്കിലും കിട്ടിയാൽ ചാക്കി വിരിച്ചാൽ ഞങ്ങൾ ഒരു ഷീറ്റ് കൊണ്ടുപോയതുകൊണ്ട് ഷീറ്റിൽ വെച്ച് കിടന്നു. ഓപ്പൺ എയർ കിടന്നു. ഓപ്പൺ എയർ തന്നെ 1 and 2 അല്ല, ഓപ്പൺ എയർ തന്നെയാണ്. ഇതൊന്നുമില്ല. മാതാപിതാക്കളുടെ അന്നത്തെ 14 വയസ്സുള്ളതുകൊണ്ട് ആ വയസ്സത്തിൽ ഞാൻ ഇതുകൊണ്ട് അവർ പറഞ്ഞതനുസരിച്ച് ജീവിച്ചു വന്നു. അങ്ങനെ പിന്നെ ഞാൻ SLC എത്തിയ ശേഷമാണ് വീണ്ടും ഞാൻ സ്വാമിയെ കാണുന്നത്. ഞാനും എൻ്റെ ബ്രദറും കൂടി ഒറ്റയ്ക്ക് പുട്ടപർത്തിക്ക് പോവുക. പുട്ടപർത്തി പോയ സമയത്ത് നമ്മളെ ആദ്യമായിട്ട് ഞങ്ങളോട് കാണാൻ പറഞ്ഞത് മിസ്റ്റർ കുമാരനെയാണ് ഇപ്പോൾ കാണാൻ പറഞ്ഞത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഗൗരിദാസാണ്. ഇപ്പൊ ദാസ് പറഞ്ഞ ചാടുന്ന അദ്ദേഹം പറഞ്ഞു ആ മരത്തിൽ പോയി കിടന്നു എന്നോട്. മരത്തിൻ്റെ വീട്ടിൽ അത് അല്ലെങ്കിൽ പൂർണ്ണവന്ത ഹാളിൻ്റെ സ്കൾച്ചർ ആ മണലിൽ പോയി കിടന്നു പറഞ്ഞു. പൂർണ്ണവന്ത ഹാളിൻ്റെ 4 കാല് പൊന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കിടന്നു പറഞ്ഞു. ശരിയാവും. ഞങ്ങൾ അവിടെ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു 11 മണിയാ രാത്രി വിളിക്കുന്നു. ഉടനെ എനിക്ക് എന്താ നമ്മളിപ്പോൾ ഒന്ന് കിടന്നിട്ടില്ലല്ലോ, ഇപ്പം എന്താ വിളിക്കുന്നത് എന്താന്ന് വെച്ചു. നിങ്ങൾ ചിത്രാവതി പോയിട്ട് ഒരു ലോഡ് ടാക്കർ കല്ലെടുത്തുകൊണ്ടുവന്ന് വെച്ചു. കല്ലെടുത്തുകൊണ്ട് വരണം പറഞ്ഞു. എന്താ കല്ലെന്ന്? നാളെ ഗണപതി സ്റ്റാച്യു ഓപ്പണിംഗ് ആണ്, അത് കുറച്ച് കല്ല് ആവശ്യമുണ്ട്, കിടന്നു പറഞ്ഞു. ഈ പാതിരയ്ക്ക് വന്നു. ഞാൻ വരണം, ദാസിൻ്റെ ആളില്ലേ, വരണം എന്ന് പറഞ്ഞു. ശരി, മനസ്സോട് കൂടിയിട്ട് പോയി. രാത്രി 12 മണിക്ക് കല്ലക്കാട് കൊണ്ടുവിട്ടു. വീട്ടിൽ നിന്ന് രാവിലെ മണൽ വേണമെന്ന് പറഞ്ഞു. മണലും കൊണ്ടുവിട്ട് കൊടുത്ത ശേഷം ഭഗവാൻ പുറത്ത് നടന്നു വരികയാണ്. വളരെ ഊർജ്ജത്തോടു കൂടി നടന്നു വരുന്നതാണ്. അവിടെ എത്തി ആ ഗണപതി വിഗ്രഹത്തിന് ചോദിക്കുകയാണ് എന്താ കളർ എന്ന്. ഓൻ പറഞ്ഞു പർപ്പിൾ ക്രീം, ഐസ്ക്രീം കളർ ക്രീമാന്ന് പറഞ്ഞു ബോർഡ്. അത് പറഞ്ഞു ജപ്പാൻ ബ്ലാക്ക് പോട്ടാ പോടുന്നു പറഞ്ഞു. അതാണ് ആദ്യമായി കേൾക്കുന്ന വർത്താനം. ജപ്പാൻ ബ്ലാക്ക് പോട്ടാ പോടുന്ന ശേഷം എന്നെ അടുത്തിരിക്കുന്ന ഒരു സിക്കുകാരൻ വിഭൂതിക്ക് വെച്ചു. കൈ പൊന്തിച്ചിട്ട് വിഭൂതി ചുരുട്ടിയിട്ട് എല്ലാവർക്കും വിഭൂതി തന്നു. ഞാനും വിഭൂതി വാങ്ങി കഴിച്ചു. കുമാരൻ പറഞ്ഞു ഭജനേൻ്റെ മുന്നിൽ പോയി ഇരിക്കലും പറഞ്ഞു. ആൾക്കാരെ താണ്ടി രാജാറെഡ്ഡിൻ്റെ ബാക്ക് പോയിരുന്നു. ഫസ്റ്റ് ഉള്ള അനുഭവമാണ്. രാജാറെഡ്ഡിയാണ് ഭജന പറഞ്ഞത്. ആ കോണിപ്പൊടി കൂടി 9 15 2 മിനിറ്റ് സമയത്ത് വന്നു. ഭജന പാടി സ്വാമി ആ കോണിക്കൂടി താഴെ ഇറങ്ങി വന്നു. ആ സിംഹത്തിൻ്റെ കയ്യിൽ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും നോക്കി ഞങ്ങൾ 2 ദിവസം അവിടെ നിന്നു. അതിനുശേഷം മടങ്ങി വന്നു. കോളേജ് ജീവിതത്തിലേക്ക് എത്തി. ഞാൻ പാലക്കാട്ടേക്ക് വന്നു. വിക്ടോറിയ കോളേജിൽ വന്നു. അപ്പോൾ വിക്ടോറിയ കോളേജിൽ വന്നു ചേർന്നു. വിക്ടോറിയ കോളേജിൽ ശേഷം ആ സമയത്താണ് അപ്പൂട്ട മേനോൻ സത്യം ശിവസുന്ദരം ബുക്ക് എഴുതുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ മടങ്ങി വന്നു. അഷ്ടോത്തര സ്ഥലം നാമാവലി തെറ്റാണ് ചൊല്ലാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ആ മാനസികമായ വിഭ്രം കൊണ്ടും ഞാനതിന് ചൊല്ലിയില്ല. ആ ശാസന രൂപത്തിൽ അടിച്ച് എന്നെ വേദനയാക്കിയിട്ട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ വളരെ ശാസന രൂപത്തിൽ എന്നോട് അഷ്ടോത്തരം ചൊല്ലാൻ പറഞ്ഞു. ക്രമേണ അഷ്ടോത്തരം ചൊല്ലി ആ സാധകാനുർഗ വടവിഷ്ട പ്രതിഷ്ഠാപക നമക ജോഡി ആദ്യപള്ളി സോമപ്പായ എന്നൊക്കെ പറയുമ്പോൾ വിക്ക് വരുമ്പോൾ അത് ചൊല്ലാൻ എങ്ങനെ ഉണ്ടാവും? കഷ്ടപ്പാടായിരുന്നു. ആ കഷ്ടപ്പാട് ചൊല്ലി അങ്ങനെ ക്രമേണ അഷ്ടോത്തരം ചൊല്ലി എൻ്റെ സ്റ്റാമ്പറിങ് കംപ്ലീറ്റ് മാറി. SSL ആയതുകൊണ്ട് ഞാൻ യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്തു. സ്കൂളിന് വേണ്ടിയുള്ള നേട്ടങ്ങൾക്ക് ഉണ്ടായിക്കൊടുത്തു. പിന്നെ ഒരു മ്യൂസിക് ട്രൂപ്പിൽ കുറേ കാലം പാടാൻ പോയ ശേഷമാണ് എല്ലാ ദിക്കിലും ഇങ്ങനെ പാടാൻ പോയി. SSLC ഫെയിലായി പോയി. SSLC ഫെയിലായി വെച്ചിട്ടാണ് എന്നെ പാലക്കാട്ടേക്ക് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കും എന്നെ പറഞ്ഞയച്ചത്.
പാലക്കാട് വല്ലക്കോട് സായി സമിതിയിലേക്ക്. അവരുടെ ശിക്ഷണത്തിൽ ഞാൻ അവിടുന്ന് പഠിച്ച് പാസ്സായി വിക്ടോറിയ കോളേജിൽ ചേർന്നു. ആ സമയത്താണ് അപ്പൂട്ടൻ മേനോൻ സത്യശോധനം എഴുതുന്നത്. സത്യശോധനം എഴുതി ഞാൻ വായിക്കുമ്പോൾ രാമകഥയുടെ വായിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊക്കെ ഉള്ള സംഗതി തന്നെയാണോ? എന്നെ ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെ അയ്യോ ഭഗവാൻ പറഞ്ഞ ആത്മകഥയാണിത്, അങ്ങനെയൊന്നും പറയാതിരിക്കും, ഈശ്വരനാണ്, ഈശ്വരന്റെ കടമകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ബുക്ക് അന്ന് ആ പേജൊക്കെ അടിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് കൈകൊണ്ട് കിട്ടിയ ബുക്ക്, 1ാം ഭാഗം ബുക്ക് ഇന്ന് എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. അത് ഞാൻ പകുതിയെ വായിച്ചിട്ടുള്ളൂ. പകുതി വായിക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് ഭഗവാൻ ഈശ്വരനാണെന്നുള്ള പരിപൂർണമായ വിശ്വാസം എന്നിൽ അർപ്പിച്ചു വന്നു. അതിനുശേഷം പുട്ടപ്പരുത്തി അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് എൻ്റെ മനസ്സും പോയിട്ടില്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുമില്ല. 1967, 70, 72 കാലം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ലക്ഷ്മണ മാഷും രാജമാഷും മറ്റുള്ളവരായിട്ട് എനിക്ക് അധികം ബന്ധമുണ്ട്. അവരുടെ എൻ്റെ കാര്യങ്ങൾ ബാല്യകാലങ്ങൾക്ക് എൻ്റെ നല്ല രൂപവും അവർ കണ്ടാണ്, എൻ്റെ തീപ്പൊളി രൂപവും എനിക്ക് കണ്ടാണ്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ജീവിതത്തിൽ പല ആസന്ന ഘട്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ സ്വാമിയെ മുറുക്കെ പിടിച്ചു. എനിക്ക് എൻ്റെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് വെടിമരുന്നിൻ്റെയും എക്സ്പ്ലോസിവ്സിൻ്റെയും കടയായിരുന്നു. ഈ അമ്പലങ്ങളിൽ പോയി വെടിക്കെട്ട് പൊട്ടിക്കുന്ന അതിൻ്റെ കൊട്ടേഷനുള്ള ആളാണ് ഞാൻ. അങ്ങനെ എനിക്ക് 1988 എനിക്ക് അതിഭയങ്കരമായ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായി. എനിക്ക് മാരകമായ തീപ്പൊള്ളിലുണ്ടായി. 88 1.5 കൊല്ലം ഞാൻ മെഡിക്കൽ കോളേജിൽ കടന്നു. 40 ദിവസം അബോധാവസ്ഥയിൽ കടന്നു. 42ാമത്തെ ദിവസം എനിക്ക് ബോധം വന്നു. അതിനുശേഷം എൻ്റെ ഓരോ അവയവങ്ങളൊക്കെ എന്നത്തെ പ്ലാസ്റ്റിക് സർജറിയല്ല, പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ കാലമാണ് അന്ന്. അവയവങ്ങളൊക്കെ എൻ്റെ കൈയും കാലൊക്കെ പലതിന്നൊക്കെ തോലെടുത്തിട്ട് എൻ്റെ കണ്ണിലും മുഖത്തിലൊക്കെ പിടിപ്പിച്ചിട്ട് എൻ്റെ ഒരു മനുഷ്യ കോലത്തിലാക്കി തന്നു 1.5 കൊല്ലം കൊണ്ട്. അതിനുശേഷം ഞാൻ 88 എനിക്ക് ആക്സിഡൻ്റ് ആയി. 90-92 ഞാൻ വീണ്ടും മുട്ടപ്പെടുത്തിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലും എൻ്റെ ഈശ്വരൻ ഭഗവാൻ അല്ലാണ്ട് എനിക്ക് വേറെ ആൾ ചിന്ത എനിക്ക് മനസ്സിലുണ്ടായിട്ടില്ല. അനസ്തീഷ തരുമ്പോൾ ഞാൻ സായിറാം 1, 2, 3 ഞാൻ ചൊല്ലാറില്ല. സായിറാം മാത്രം ഞാൻ ചൊല്ലാറുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും സായികാലത്ത് ചൊല്ലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. ഭഗവാൻ സംസ്കരിക്കാണ്ടും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലുള്ള ആസന ഘട്ടങ്ങൾ വന്നു. അതിനുശേഷം ഞാൻ ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളിലും എല്ലാ പ്രവർത്തന മേഖലയിലും സജീവമായി പങ്കെടുത്തു. അങ്ങനെ ആദ്യമായിട്ട് പുട്ടപ്പരുത്തിയിൽ കുരുത്തോലുള്ള ഡെക്കറേഷൻ കൊണ്ടുപോയ കാലം 72 മുതൽക്ക് കുരുത്തോൽ ഡെക്കറേഷന് വേണ്ടി കൊണ്ടുകൊണ്ട് അന്ന് കസ്തൂരിയോട് ചോദിക്കുന്ന കാലത്ത് ഞാനുണ്ടായിരുന്നു. സുകുമാര മാഷും ഞങ്ങൾക്ക് അന്നത്തെ കൺവീനറായ സുകുമാര മാഷ്, ഡോക്ടർ പി മി മേനോൻ ഇവരെല്ലാം കൂടി പോയിട്ട് ഭഗവാനോട് പറഞ്ഞു, ഓണത്തിന് ഞങ്ങളിങ്ങനെ ഡെക്കറേഷൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ശരി, ഞാൻ ഭഗവാനോട് ചോദിക്കട്ടെ എന്ന് കസ്തൂരി മറുപടി വന്നു. ഞാൻ ചോദിച്ചിട്ട് മറുപടി തരാറുണ്ട്. അന്ന് വൈകുന്നേരത്തെ ദർശനത്തെ വഴിയിലും കസ്തൂരി സ്വാമിയോട് ചോദിച്ചു, ഇങ്ങനെ മലയാളത്തിൽ ഓണത്തിന് പുട്ടപ്പരുത്തിയിൽ കുരുത്തോലേക്കുള്ള അലങ്കാരം ചെയ്തു. ധാരാളം പണിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ആ അലങ്കാരത്തിൽ തന്നെ ആദ്യമായി അലങ്കാരം കൊണ്ടുപോയി തന്നെ ഭഗവാൻ പിന്നെ എല്ലാ കാലവും പറയാൻ തുടങ്ങി, കേരള ഡെക്കറേഷൻ. അങ്ങനെ കുറേ വർഷങ്ങൾ ഞാൻ ആ ഡെക്കറേഷനിൽ പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ കിട്ടി. 1988 ഞാൻ പ്രശാന്ത് സർവീസിൽ ഞാൻ ജോയിൻ്റ് ആയി. പ്രശാന്ത് സർവീസിൽ ഞാൻ 10-12 കൊല്ലം നിസ്വാർത്ഥമായ സേവനം ഞാൻ ചെയ്തു. ഞാൻ പ്രശാന്ത് സർവീസ് സെക്യൂരിറ്റി തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഡ്യൂട്ടി ഔട്ട്സൈഡ് ആയിരുന്നു. 25 കൊല്ലം ഞാൻ ഔട്ട്സൈഡ് ഡ്യൂട്ടിയിലായിരുന്നു. സെക്ടർ 12, അന്ന് സെക്ടർ 12 ആയിരുന്നു. അതായത് നമ്മളെ പ്രശാന്ത് ജില്ല തൊട്ടിട്ട് ബ്രാഹ്മണ പള്ളിയുള്ള പോയിന്റ് 100 ആൾക്കാർ വേണം, എല്ലാധികം ഹനുമാൻ ടോപ്പ് അടക്കം. ഇതിലൊക്കെ സജീവമായി പങ്കെടുത്തു. ഭഗവാന്റെ കൂടെ നടന്നിട്ടും ഭഗവാൻ കൂടെ ഇരുന്നിട്ടും ഭഗവാൻ കൂടെ ഭക്ഷണം കഴിച്ചിട്ടും എത്രയോ ജീവിതത്തിൽ പലവിധ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാമിയാണ് എൻ്റെ വിവാഹം നടത്തുന്നത്. ഈ വിവാഹത്തിന് കത്ത് കൊടുക്കുമ്പോൾ ഭഗവാന്റെ പൂർണ്ണ കമലതലത്തിൽ എനിക്ക് മാല അണിച്ചിട്ട് കത്ത് കൊടുത്ത് അനുഗ്രഹവുമായിട്ട് ആണ് ഞാൻ എൻ്റെ വിവാഹം നടന്നത്. സ്വാമിയുടെ പരിപാടി അന്നൊക്കെ അങ്ങനെ ചെയ്യാം. 1980 കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അവളുടെ പരിപൂർണ്ണ അവസരം എനിക്ക് കിട്ടി. അതുമല്ല, അന്ന് മുതൽക്ക് ഇന്ന് വരെ കഴിഞ്ഞ ഈ ഞങ്ങളെ ഈ രാമനാട്ടുകര സ്വാമീൻ്റെ രഥം മലപ്പുറം ജില്ലയിൽ കൈമാറുന്ന വരെ സ്വാമി അല്ലാതെ, ഭഗവാനല്ല, ഈശ്വരനല്ലാതെ വേറൊരു ചിന്ത ഇതുവരെ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഞാൻ എവിടെയും പോയിട്ടുമില്ല. എൻ്റെ മൂകാംബികയും
എൻ്റെ അയ്യപ്പനും എൻ്റെ സർവേശ്വരും എൻ്റെ ഗുരുവായൂരപ്പനും എല്ലാം എൻ്റെ ഭഗവാൻ മാത്രമാണ്. ഞാൻ നിങ്ങൾ ഈ സംസാരിക്കാനുള്ള ആ അവസരം തന്നെ എന്നെ എൻ്റെ ഭഗവാന്റെ ആ പരിപൂർണ കഴിവും പരിപൂർണമായ അനുഗ്രഹമുള്ളതാണ്. ഞാൻ തീപ്പൊള്ളി വെച്ചിട്ട് 88 ഞാൻ തീപ്പൊള്ളി എന്ന് പറഞ്ഞല്ലോ, 92 ഞാൻ വീണ്ടും സ്വാമിനെ 4 കൊല്ലം കഴിഞ്ഞ് സ്വാമിനെ കാണാൻ പോയി. കൈയും കാലൊക്കെ എന്നെ കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ആദ്യത്തെ രാവിലെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ അന്ന് നടരാജസ്വാമിയായിരുന്നു മുന്നിൽ പോയി ഇരിക്കാനുള്ള അവസരം കിട്ടി. രാവിലെ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അനുഭവിക്കേണ്ട കർമ്മമാണ്, ഞാൻ അനുഭവിച്ചോളം നടന്നു, സാരമില്ല, ഞാൻ വേണ്ട. പക്ഷെ അവിടേക്ക് നിർബന്ധപ്രകാരം ഞാൻ മുന്നിൽ പോയിരുന്നു. ഭഗവാൻ എൻ്റെ ഭാഗത്തേക്ക് വന്നില്ല. ഞാൻ പറഞ്ഞവരോട്, സ്വാമി എനിക്ക് എൻ്റെ അടുത്ത് വലിയ എനിക്കറിയാം, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ശരിയോ, സാരമില്ല, വൈകുന്നേരം വന്നിരുന്നു. അന്ന് ഇന്നത്തെ പോലെ കുളന്തോളൊന്നും ഇല്ല, ഒരു മരത്തിൻ്റെ തൊട്ട് പോയിരുന്നു. സ്വാമി ഭഗവാൻ വന്നു. എൻ്റെ അടുത്തിന് സുനിലിന്റെ കല്യാണത്തിന് വിളിക്കുന്ന സമയമായിരുന്നു അന്ന്. സുനിലിന്റെ കയ്യിലുള്ള അക്ഷത എടുത്തിട്ട് അവന്റെ തലയിലിട്ടു, എൻ്റെ തലയിലിട്ടു, എന്നെ അനുഗ്രഹിക്കും ചെയ്തു. ഞാൻ ശേഷം ഒരു പാദനമസ്കാര സമയത്ത് ഞാൻ എൻ്റെ വികൃത ദിവസം ഒരു സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ ഭഗവാൻ ചോദിച്ചു, എൻ്റെ മുഖം ഞാനൊന്ന് ഓപ്പറേഷൻ ചെയ്തത്. ധാരാളം പണിക്കോന്ന് പറഞ്ഞു സ്വാമി എന്നോ. അങ്ങനെയാണ് ഞാൻ മുഖം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ നടന്നത്. അങ്ങനെ ജീവിതത്തിൽ പലവിധ വിഷമങ്ങളും പല പ്രാരബ്ധ കർമ്മങ്ങളും പല വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായെങ്കിലും ഞാൻ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് ഭഗവാൻ മാത്രമേ ശരണമുള്ളൂ എന്നുള്ള ആ തൃപ്പാദങ്ങളിൽ മാത്രം ശരണാഗതി അറിഞ്ഞുകൊണ്ട് ഇന്നും സ്വാമിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. സായിരാം. ഇതാണ് എൻ്റെ അനുഭവങ്ങൾ. സായിരാം. ഇപ്പോഴേ ഏറ്റവും ഒടുവിൽ ജൂലൈയില് പ്രശാന്തി സേവക്കും കൂടി ഉണ്ടായിരുന്നു അരവിന്ദൻ. ഇന്നലെ പിന്നെ ദിവ്യരഹസ്യന്റെ കൂടെ സായിരാം. അതെല്ലാം പറഞ്ഞൂടെ? എല്ലാ പ്രശാന്തി സേവക്കും അരവിന്ദൻ കൃത്യമായി ഹാജരാകുന്ന വ്യക്തിയാണ്. സമയം കഴിഞ്ഞോണ്ടാ പറയുന്നത്. 10 മിനിറ്റ് സമയമായിട്ടില്ല, ഒരു 2-3 മിനിറ്റും കൂടി സംസാരിക്കാം. ഞാൻ എനിക്ക് സ്വാമിയുടെ പരിപാലന അനുഗുണം കൊണ്ട് അഴിയൂരിൽ സ്വീകരിക്കാനും അഴിയൂർ സ്വീകരിക്കുന്ന അന്ന് പൂർണ്ണരൂപം പിടിക്കാൻ ആൾ വന്നില്ലായിരുന്നു. പെട്ടെന്ന് GP പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഴിയൂരിൽ സ്വീകരിച്ചു. സ്വാമിന്റെ വാഹനത്തിലിരുന്നു. വടകര വന്നു. വടകര നിന്ന് താമരശ്ശേരി വരെ സ്വാമിന്റെ കൂടെ യാത്രയായി. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ രാമനാട്ടുകര വരെ സ്വാമിയുടെ കൂടെ ഞാൻ തന്നെ യാത്രയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചില്ല, അവരെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് പോയതല്ല. ഞാൻ ആ സ്വാമീൻ്റെ അടുത്ത് തന്നെ ആ സ്വാമി ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിൽ കയറിയതാണ്. നമ്മൾ അങ്ങനെ വേണ്ടത് നിസ്വാർത്ഥ സേവനം ഭഗവാൻ എന്നോട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു തന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. ഇന്നും ഞാനത് കൈപിടിക്കാം. തീപ്പെട്ടിയും കൊള്ളിയുമായിരിക്കണം നമ്മളെ ഭഗവാൻ നമ്മളുടെ ബന്ധം. തീപ്പെട്ടി കൊള്ളി ഉരച്ചാൽ കത്തിച്ചാൽ പിന്നെ അത് വലിച്ചെറിയും. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കാൻ പാടില്ല. തീപ്പെട്ടി എപ്പം അടക്കി വെക്കുക, കത്തിക്കാണ്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വരുമ്പോൾ മാത്രം കത്തിക്കുന്ന സാധനം തീപ്പെട്ടി. അതേപോലുള്ള അങ്ങനെയുള്ള ഭക്തിയായിരിക്കണം. നമ്മളെപ്പോഴും ഉറച്ച ആ കോൺസെൻറ്റ്, നമ്മുടെ ഭഗവാനുള്ള ഉറച്ച വിശ്വാസം. എന്ത് തന്നെ ഭാരതകർമ്മങ്ങൾ വന്നാലും, എന്ത് തന്നെ വിഷമങ്ങൾ നമ്മൾ വന്നാലും, എന്ത് തന്നെ സുഖദുഃഖങ്ങളും പല കഷ്ടപ്പാടുകളും പല വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതൊക്കെ ഭഗവാൻ ടെസ്റ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ മുറുക്കെ പിടിച്ച് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. എല്ലാം അതിൽ നിങ്ങൾ ഇത് ഒന്നും വിചാരിക്കണ്ട. എൻ്റെ എത്ര അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് എത്രയോ പറയാൻ അനുഭവങ്ങൾ ഇനിയുണ്ട്. പക്ഷേ അതിന് പറയാൻ 10 മിനിറ്റ് കൊണ്ടൊന്നും 15 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. അപ്പൊ ലാസ്റ്റ് ഞാനക്ക് കഴിഞ്ഞ ദിവസം 4-ാം തീയതി രാവിലെ 9:15 ആ ഭഗവാന്റെ രഥം മലപ്പുറം ജില്ലയിൽ ഞാൻ പിന്നെ കൈമാറുന്ന അതിലും കൂടി ഞാൻ സർവീസ് ചെയ്തു. ആ 4 ദിവസം ഞാൻ വേറൊന്നും നോക്കിയില്ല. എൻ്റെ അടുത്ത് തന്നെ കൂടിയായിരുന്നു. കൂടി ആ 10 വീട് ഒന്നും ശ്രദ്ധിച്ചില്ല. രാവിലെ പോവും, രാത്രി വിട്ടു വരും, രാവിലെ പോവും, രാത്രി വിട്ടു വരും. 4 ദിവസങ്ങൾ തന്നെയായിരുന്നു. ഒന്നും നോക്കിയില്ല. സ്വാമി ഓർത്തുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ. ആ ഉറച്ച ആ ട്രസ്റ്റ് നമ്മൾ വിടാൻ പാടില്ല. സായിരാം. എല്ലാവർക്കും ഭഗവാന്റെ ഒന്ന് ചോദിച്ചോട്ടെ. ഉണ്ണിസ്വാമി എപ്പോഴും പറയും ഒരു അരവിന്ദാക്ഷനെ പറ്റിയിട്ട്. അയാളാണോ നിങ്ങള്? ഞാൻ തന്നെയാ. ഉണ്ണിസ്വാമി എപ്പോഴും പറയും ഒരു അരവിന്ദാക്ഷനെ പറ്റിയിട്ട്. അയാളാണോ നിങ്ങള്? ഞാൻ തന്നെ. എനിക്ക് ഞാൻ എന്റെ വീട്ടില് സ്വാമി അധികം താമസിക്കലുണ്ട്. എന്റെ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു. അച്ഛൻ വൈദ്യര്, കരുണാകരൻ വൈദ്യര്, കൊയിലാണ്ടിയിലെ.
അച്ഛനിപ്പ ഇല്ല. സൈര നിങ്ങളെപ്പറ്റി എപ്പോഴും പറയൂ, അതുകൊണ്ടാ ചോദിച്ചത് പേര്. സൈരാം. ചേട്ടാ വളരെ നന്നായിരുന്നു, വളരെ ഹൃദയസ്പർശിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്വാമിയുടെ എല്ലാ അനുഗ്രഹവും അങ്ങേക്ക് കുടുംബത്തിലുണ്ടാവട്ടെ. സായിരാം സാർ. ഇനി നമുക്ക് സ്വാമിയുടെ ഒരു വിഷ്വലായിട്ടുള്ള മെസ്സേജ് കാണാം. സായിരാം. మీరు ఎక్కడ పోయినప్పటికీ నేను వెంట ఉన్నాను. You may go anywhere, Bhagavan is with you. మీకు ఏ విధమైనటువంటి బాధలు వచ్చినా నేను చూసుకుంటాను. Bhagavan will take care of all your difficulties. ధైర్యంతో దైవం యొక్క భావమును మీరు అభివృద్ధి పరచుకొని సేవల్లో పాల్గొనండి. With all the courage and divine thoughts to serve the society. కొన్ని నష్టములైనా కూడా పర్వాలేదు, మీరు సహించుకొని సేవలు మానుకోకుండా ఉండండి. You may suffer certain losses but never give up service. హ్యాపీ హ్యాపీ. ఏది హ్యాపీ? We say happiness. What is that happiness? జీవితంలో ఏది హ్యాపీ లేదు. Nothing is happy in this అంత world. అప్పటికప్పటికి వస్తుంది, అప్పటికప్పుడు అంత పాసింగ్ క్లౌడ్స్. Things come then and there itself and they pass on. కానీ పర్మనెంట్ అనేటువంటి హ్యాపీ ఒక దైవత్వంతో మాత్రమే ఉంటుండాలి. The permanent happiness is with God only. ఇది హార్ట్ టు హార్ట్, లవ్ టు లవ్. It is a connection heart to heart, love to love. ఇదే మీరు పెంచుకోవాలి. This you should develop. ఇది మీ యొక్క నిజమైనటువంటి యొక్క భక్తి ప్రపత్తులకు సరైన నిదర్శనము. This is the true proof of your devotion and sincerity. స్వామి యొక్క ఆశీర్వాదములు అమితంగా ఉంటున్నాయి. మీరు సుఖంగా, శాంతిగా, ఆనందంగా భక్తి ప్రపత్తులతో జీవించి దేశానికి సరైనటువంటి యొక్క సేవలు చేయాలని నేను ఆశీర్వదిస్తూ నా ప్రసంగాన్ని విమరిస్తున్నాను. You have Bhagavan's blessings in abundance. Bhagavan wants you to lead a peaceful, happy, blissful life and grow in sincerity, devotion and steadfastness, and brings his divine discourse to a close. സായിരാം സാർ, ഭജന പാടാം. दया करो शिव गंगाधारी, दया करो शिव गंगाधारी, कृपा करो हे त्रिपुरारी, कृपा करो हे त्रिपुरारी, दया करो शिव गंगाधारी। नाम मधुर शुभ मंगलकारी, नाम मधुर शुभ मंगलकारी, अलक निरंजन त्रिशूलधारी, अलक निरंजन त्रिशूलधारी, दया करो कृपा करो रक्षा करो भोला भंडारी, दया करो कृपा करो रक्षा करो भोला भंडारी, दया करो शिव गंगाधारी, कृपा करो हे त्रिपुरारी, दया करो शिव गंगाधारी। नाम मधुर शुभ मंगलकारी, अलक निरंजन त्रिशूलधारी, दया करो कृपा करो रक्षा करो भोला भंडारी, दया करो कृपा करो रक्षा करो भोला भंडारी, दया करो शिव
ഗംഗാധാരി. സായിരാം, സായിരാം, സായിരാം. സായിരാം സായിരാം നന്നായി. സൈറാം മാഷെ, അരവിന്ദ മാഷിനെ ഇത്രയും കാലം ഭഗവാന്റെ സേവ ചെയ്ത ഒരു ദാസ്യഭാവത്തിൽ ഭഗവാൻ തരുന്നത് എല്ലാം അനുഗ്രഹമായിട്ട് സ്വീകരിച്ച ഒരാള് ഈ അന്തശയജ്ഞത്തിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷവും അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു. പക്ഷെ ഇത്ര അധികം കാലം ഭഗവാനോടുകൂടി നിൽക്കാൻ കഴിഞ്ഞ നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ. ഒരുപാട് പേരിപ്പൊ ഇല്ലല്ലോ. 60-70 ഭഗവാൻ എടുത്ത് വന്നവരിപ്പൊ കുറവാണ്. അത് വളരെ സന്തോഷമുണ്ട്. ഭജനയാണെങ്കിൽ നന്നായിട്ടാണ് മാഷ് പാടിയത്. താങ്ക് യു സോ മച്ച് സൈറാം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും മേലിലും ഉണ്ടാകട്ടെ. ഹനുമാനെ പോലെ ദാസ്യഭക്തിയാണ് അങ്ങ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സന്തോഷം. സൈറാം സൈറാം. സൈ ഉപമ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ ആ ഭക്ഷണം ഊർജമായും ബുദ്ധിയായും വികാരങ്ങളായും ആരോഗ്യമായും പരിവർത്തനം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുപോലെ ആത്മാവിന് വേണ്ടതായ നാമസ്മരണ എന്ന ഭക്ഷണം നൽകുക. അതെങ്ങനെയാണ് സൽഗുണങ്ങളായും മറ്റും പരിവർത്തനപ്പെടുന്നതെന്നും നിങ്ങൾ അറിയാതെ തന്നെ പരിവർത്തന വിധേയരാകുന്നതെന്നും കാണുക, അനുഭവിക്കുക. ജയ സായിരാം. മാഷെ, സമസ്ത ലോക എനിക്ക് മീറ്റിംഗിന് സമയമായി മാം, ഞാൻ പോവാണേ. സായിരാം സർ. ലക്ഷ്മണ മാഷെ സായിരാം. സായിരാം. ഞാൻ പറയാം. ലക്ഷ്മണ മാഷെ ഒന്ന് ശാന്തിപത്രം പറയണേ, മീറ്റിംഗ് ഉണ്ട്. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.